നമസ്തേ. തൃശൂരിനെ നടുക്കിയ അമ്മയുടെയും നവജാത ശിശുവിന്റെയും മരണം. ഏറെ ദുരൂഹതകളുണ്ട് ഈ വിഷയത്തിന്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ശനിയാഴ്ച, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിലേക്ക് വരികയാണ്. ഇയാളുടെ കൂടെ ഒരു യുവതിയുണ്ട്. ഈ യുവതിയെ അവിടെ ആക്കി ഞായറാഴ്ച ഇയാൾ തങ്ങുന്നു. ഒടുവിൽ ഞായറാഴ്ച വൈകിട്ടോടുകൂടി ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അവിടെ നിന്ന് പോവുകയാണ്. പോയതിനു ശേഷം ശനിയും ചൊവ്വയും ഈ യുവതിയെ പുറത്തേക്ക് കാണുന്നില്ല. ഇതോടുകൂടി വലിയ ആശങ്കയുണ്ടായി ലോഡ്ജ് അധികൃതർക്ക്. മാത്രമല്ല, ഈ യുവാവിനെ കാണുന്നുമില്ല. യുവാവിനെ കാണാതെ 2 ദിവസം പട്ടിണിയാണോ, ഈ യുവതി അതിനുള്ളിൽ എന്തെടുക്കുകയാണ് എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടും ഈ ലോഡ്ജുകാർക്ക് ഉണ്ടാകുന്ന ആശങ്ക, അല്ലെങ്കിൽ ആരൊരാളായാലും അയാൾക്കുണ്ടാകുന്ന ഒരു ആശങ്കയുണ്ടായി. ലോഡ്ജിലുള്ളവർ ചെന്നിട്ട് ഈ യുവതിയെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു വിവരവുമില്ല, ഒരു അനക്കവുമില്ല എന്ന് പറയുന്ന തരത്തിലാണ്. ഒടുവിൽ ആശങ്ക ഏറിക്കഴിഞ്ഞപ്പോൾ, നിവൃത്തിയില്ലാതെ വന്നപ്പോ ഇവർ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസും എത്തി, ഒരുപാട് തവണ വിളിച്ചു. ഒടുവിൽ ബലം പ്രയോഗിച്ച് ഈ വാതിൽ തുറന്നു. അതായത് ഏതാണ്ട് ചവിട്ടി പൊളിച്ച് ഈ ലോഡ്ജ് മുറിയുടെ വാതിൽ തുറന്നു. ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ജീർണാവസ്ഥയിലെത്തിയ അമ്മയുടെയും നവജാത ശിശുവിന്റെയും മൃതദേഹങ്ങൾ. ഇതെങ്ങനെ സംഭവിച്ചു? എന്താണ് ഉണ്ടായത്? കാരണം ഈ യുവതി വരുന്ന സമയത്ത് യുവതിയുടെ കൂടെ കുഞ്ഞില്ല. അപ്പോൾ ഈ യുവതി ഗർഭിണി ആയിരുന്നു. പക്ഷേ ജീവനക്കാർ ഒന്നടങ്കം പറയുന്നുണ്ട്, അങ്ങനെ ആയിരുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമേ തോന്നിയിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റൂം കൊടുത്തതും എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ വരുന്നു. എന്തായാലും ഓട്ടോറിക്ഷ ഡ്രൈവർ സ്ഥലത്തെത്തി. അയാൾക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അയാൾ വയറുവേദനയ്ക്കുള്ള ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതിക്ക് മരുന്ന് കൊടുത്തു എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ആകെ ആശങ്കയുണർത്തുന്ന, ആകെ അങ്കലാപ്പിലാക്കുന്ന ഒരു സാഹചര്യം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശൂർ സ്വരാജ് റൗണ്ടിനടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു അനാശാസ്യ കേന്ദ്രത്തിൽ ഒരു കൊലപാതകം നടക്കുന്നത്. ഈ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് വലിയ വലിയ ആളുകൾ, അതായത് ഉന്നതരായിട്ടുള്ള പണക്കാരായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയിലായിരുന്നു. ഇവിടെ പ്രത്യേകത ഉണ്ടായിരുന്നത് മലയാളികളെ ഈ കേന്ദ്രത്തിലേക്ക് അടുപ്പിക്കില്ലായിരുന്നു. തുടർന്ന് ഇവർ തമ്മിലുള്ള കശവിഷയാണ്, കാശുമായി ബന്ധപ്പെട്ട വിഷയമാണ്, തർക്കമാണ് എന്നൊക്കെ പറയുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏതായാലും 7 മാസത്തോളം ഇത്തരത്തിലൊരു അനാശാസ്യ കേന്ദ്രം അവിടെ പ്രവർത്തിച്ചിട്ട് പോലീസിന് പോലും അറിയില്ലായിരുന്നു. ഈ വിഷയം ഉണ്ടായപ്പോഴാണ് അറിയുന്നത്. എന്ന് തന്നെയായാലും അത്തരത്തിലുള്ള ഒരു വാർത്ത കേട്ട് നടുങ്ങി വിറച്ചിരിക്കുന്ന തൃശ്ശൂരുകാരുടെ ഇടയിലേക്കാണ് ഈ ഒരു വാർത്ത കൂടി വരുന്നത്. ഇത് തൃശ്ശൂരാണ് സംഭവിച്ചതെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി ഈ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ യുവതി വരുമ്പോൾ ഇവർക്ക് സംശയമൊന്നും തോന്നിയില്ലേ എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകാം. തോന്നിയില്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള യുവാവും യുവതിയും ഇതിനു മുമ്പും പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, മുറി എടുത്തിട്ടുണ്ട്. ഇവർ മുറി എടുക്കാൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യുവതിയുടെ പേരിലാണ് മുറി എടുത്തിരുന്നത്. കൂടാതെ യുവതിയുടെ കയ്യിൽ വലിയൊരു ബാഗും ഉണ്ടായിരുന്നു എന്ന് ഈ ലോഡ്ജ് ജീവനക്കാർ പറയുകയും ചെയ്യുന്നുണ്ട്. ജൂൺ മാസത്തിൽ തന്നെ ഏതാണ്ട് 4 തവണയോളം ഇവർ വന്നിട്ടുണ്ട്, മുറിയെടുത്തിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. പക്ഷേ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ യുവതിയുടെ അച്ഛൻ 15 വർഷം മുമ്പ് മരിച്ചു. അമ്മയുണ്ട്. ഇതിനിടയിൽ ഈ യുവതിയുടെ കല്യാണം കഴിയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു 7 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് ഈ യുവതിക്ക് എന്ന് പറയുന്നു. ഈ ആൺകുട്ടിയും ഭർത്താവും അപ്പോൾ എവിടെയെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ഈ ഭർത്താവും 7 വയസ്സുള്ള ആൺകുട്ടിയും ഈ സ്ത്രീയുമായിട്ട് പിരിഞ്ഞു താമസിക്കുകയാണ്. അതിന് കാരണം ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുമായിട്ടുള്ള അടുപ്പമാണെന്നാണ് പറയുന്നത്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുമായിട്ട്
ഉള്ള അടുപ്പത്തെ തുടർന്ന് ഈ ഭർത്താവും കുഞ്ഞുമൊക്കെ വേറിട്ട് താമസിക്കുന്നു. അവരുടെ അമ്മ ഇതിനു മുമ്പുണ്ടായ ഒരു സംഭവം കൂടിയുണ്ട്. ഇവർ ഗർഭിണിയാകുന്നു. അതായത് ആദ്യത്തെ ഒരു കുഞ്ഞ് 7 വയസ്സുള്ള ആൺകുട്ടി. അതിനുശേഷം ഇവർ ഗർഭം ധരിക്കുന്നു. ഈ ഗർഭം ധരിച്ച ശേഷം പ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസവിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത് വരെ ഇവരുടെ കൂടെ ഈ കുഞ്ഞുണ്ട്. നവജാത ശിശു ഇവരുടെ കൂടെയുണ്ട്. പിന്നീട് ഇവരെ കാണുമ്പോഴൊന്നും ഈ കുഞ്ഞിനെ മറ്റുള്ളവർ കാണുന്നില്ല. അത് ഏറെ ദുരൂഹമായി മാറിയ ഒരു സംഭവം കൂടിയായിരുന്നു. അപ്പോ ഇവരോട് ചോദിക്കും, ആ കുഞ്ഞെന്തിയെന്ന് എങ്ങാനും പരിചയമുള്ളവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും അത് ആ ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഭാര്യയും മക്കളും കൂടി ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാര്യയെ ഏൽപ്പിച്ചു, അതായത് ഭാര്യയും മക്കളെ കൂടെ ഈ കുഞ്ഞിനെ കൂടി ഏൽപ്പിച്ചു എന്നുള്ള ഒരു വാദമാണ് ഈ യുവതി ഉയർത്തിക്കൊണ്ടിരുന്നത്. ഈ യുവതി പറഞ്ഞ ഈ കാര്യം വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും നാട്ടുകാർക്ക് പോലും അറിയില്ല. എന്തായാലും ഇതിനുശേഷം ഈ യുവതി ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പരാതി കൊടുത്തതിന് ശേഷവും ഈ യുവതി തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഗർഭധാരണം പോലും ഉണ്ടായത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആദ്യത്തെ കുഞ്ഞുണ്ട്, രണ്ടാമത്തെ കുഞ്ഞിനെ കാണാനില്ല. അതിനെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ യുവതി വീണ്ടും ഇയാളുമായിട്ട് തന്നെ കൂട്ടുകൂടുന്നു. ചങ്ങാത്തത്തിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാം വാദമുഖങ്ങൾ ഉണ്ടാകാം, അവരെ ഭയപ്പെടുത്തിയിട്ടായിരിക്കാം എന്നൊക്കെ. പക്ഷേ ഭർത്താവ് ഉള്ള സമയത്ത് തന്നെയാണ് ഈ ഒരു ബന്ധം തുടങ്ങുന്നത്. ഈ ബന്ധം അറിഞ്ഞതിന് ശേഷമാണ് അവർ വേർപെട്ട് പോകുന്നത്. അപ്പോ ഈ യുവതി വീണ്ടും ഇയാളുമായി ചേരുന്നു. പക്ഷെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടായിരുന്ന കാര്യം തനിക്ക് അറിയില്ല എന്നാണ്. പക്ഷെ അത് ഏറെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല. ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഇതൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഓട്ടോറിക്ഷ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തല്ല, നമ്മുടെ രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ പലർക്കുമുണ്ട്. പലരും അത് വളരെ രഹസ്യമായിട്ട് വളരെ കാര്യമായിട്ട് കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം പലപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് ഇത്തരത്തിലുള്ള ദുരൂഹമായിട്ടുള്ള ദുരന്തമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കാണ്. എത്രയോ കേസുകളാണ് അവിഹിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പോവുകയും ഒടുവിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗർഭിണിയാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇതെല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുമാണ്. എന്നിട്ടും വീണ്ടും പോയി ചെന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. തനിക്കുണ്ടായ രണ്ടാമത്തെ കുഞ്ഞിനെ എവിടെ ഈ യുവതി കൊടുത്തു എന്നുള്ളത് പോലും അറിയില്ല. അതുപോലും അറിയില്ല. വളരെ ദുരൂഹമായിട്ടുള്ള സംഭവങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. അപ്പോ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെയും ഒക്കെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വല വിരിക്കുന്നുണ്ടാവും, ഇവർ ചെന്ന് ചാടുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇവർ വിരിക്കുന്ന വലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ചാടിയിട്ടുണ്ട്. നമുക്ക് ആരെയും ഇത്തരത്തിൽ കുറ്റപ്പെടുത്താൻ ഇയാൾ നല്ലത് എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ ബന്ധങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവസാനം നമ്മുടെ ജീവൻ തന്നെ കയ്യിലുണ്ടാകുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്തായാലും പ്രസവ സമയത്ത് കുഞ്ഞിന്റെ പൊക്കിൾ കൂടി മുറിച്ചിരുന്നു എന്ന് ഉള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇത് എങ്ങനെ ജീവൻ പോയി എന്നുള്ളത് പോലും നമുക്കറിയില്ല. ദാരുണമായിട്ടുള്ള സംഭവമാണ്. പല വീഴ്ചകളും ഒരുപക്ഷെ ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. ഈ വിഷയങ്ങൾ കാണുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ശാശ്വതമാണോ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നല്ലത്. അടുത്ത മറ്റൊരു വാർത്ത നമുക്ക് കേൾക്കാതിരിക്കാമല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.